വേടൻ്റെ വിഷയത്തിൽ ഹിന്ദുത്വ സംഘടനകൾക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറയാൻ അവർക്ക് അർഹതയുണ്ട്. BJP ഒരിക്കലും മലപ്പുറം ജില്ലയെ അപമാനിച്ചിട്ടില്ലല്ലോ. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതങ്ങനെ മലപ്പുറം ജില്ലയെ അപമാനിക്കലാകാതെ മുസ്ലിം സമൂഹവുമായിട്ടുമുള്ള ഞങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന് ഞങ്ങൾക്കറിയാം. അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഹിന്ദുത്വം എന്നുള്ളത് BJPയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ആ ബേസിക് പ്രിൻസിപ്പിളിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടും രാജ്യത്ത് ഇവിടെയും BJPക്കില്ല. കേരളത്തിൽ ഏത് മണ്ഡലവും BJPക്ക് സാധ്യമാകുന്ന മണ്ഡലമാണ്. കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കേന്ദ്രം കൊടുക്കുന്നുണ്ട്. കേന്ദ്രം ഇങ്ങനെ കൈവിട്ട് കേരളത്തെ സഹായിക്കാനല്ല, ഒരു സംസ്ഥാനത്തെ സഹായിക്കാൻ സാധിക്കില്ല. ഹിന്ദുത്വം ഒരു ഘട്ടത്തിലും BJPക്ക് രാഷ്ട്രീയ അജണ്ടയായിരുന്നില്ല. കേരളത്തിനകത്തുമല്ല, കേരളത്തിന് പുറത്തുമല്ല. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ്. എനിക്കൊപ്പം അർജുൻ മട്ടന്നൂർ. നമസ്കാരം. നമസ്കാരം. BJP ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ തന്നെ ചെറിയ കൺഫ്യൂഷനൊക്കെ BJPക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മത്സരത്തെ കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് മത്സരിക്കുന്നതിൽ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നല്ല BJP ആദ്യം പറഞ്ഞിരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സാങ്കത്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു. സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമായി ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങൾ പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നന്നാവുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മോഹൻ ജോർജിലേക്ക് എത്തിയത്. ഞങ്ങളുടെ തീരുമാനം ശരിയായതായിരുന്നു എന്ന് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ജനവിഭാഗം കിട്ടുന്ന പിന്തുണ തെളിയിക്കുന്നുണ്ട്. ഈ മോഹൻ ജോർജിനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മാർത്തോമ സഭക്കാരനാണ്, ക്രൈസ്തവ വോട്ടുകളാണ് ലക്ഷ്യം വെക്കുന്നത്. BJP പൊതുവെ പറയാറുള്ളത് പ്രീണന രാഷ്ട്രീയത്തിന് ഞങ്ങളെതിരാണ്. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ പ്രീണിപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കുന്നത് അതൊരു പ്രീണന രാഷ്ട്രീയമല്ലേ? ഞങ്ങളങ്ങനെ ഒരിടത്തും അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താറില്ലല്ലോ. അദ്ദേഹം മാർത്തോബ സഭക്കാരനാണ് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ മെറിറ്റ്. അദ്ദേഹം മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഒരു കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനസ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ ഈ മേഖലയിൽ നല്ല സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതമല്ല പ്രശ്നം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. അത് കർഷകരുടെ രാഷ്ട്രീയമാണ്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെയുള്ള ആളുകളെ അല്ലല്ലോ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മതം ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷേ കേരളത്തിൽ BJPയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഞങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അത് ഈ സ്ഥാനാർത്ഥിയോടും അതുകൂടി ഇല്ലാതാവുകയാണ്. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് സ്വീകരിക്കുക എന്നുള്ള സമീപനമാണ്. എല്ലാവർക്കും ഒപ്പം സബ്കേ സാത്ത് സബ്കേ വികാസ് എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. അപ്പോൾ എല്ലാ വിഭാഗക്കാരെയും ഞങ്ങളുടെ കൂടെ ചേർക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി വന്നെന്ന് മാത്രം. കേരളത്തിൽ ഹിന്ദുത്വത്തിലൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണോ ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടുതലായി BJP സ്വാഗതം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഹിന്ദുത്വം എന്നുള്ളത് BJPയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ആ ബേസിക് പ്രിൻസിപ്പിളിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടും രാജ്യത്ത് ഇവിടെയും BJPക്കില്ല. പക്ഷേ ഹിന്ദുത്വം എന്നുള്ളത് മതപരമായിട്ടുള്ള സംജ്ഞയല്ല. അതൊരു കുറച്ചുകൂടി വിശാലമായ ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഞങ്ങളതൊന്നും ഒരു ഘട്ടത്തിലും വെള്ളം ചേർക്കാൻ വേണ്ടി പോകുന്നുമില്ല. പക്ഷേ ഈ തലേ ദിവസം വരെ മോഹൻ ജോർജ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് BJP അംഗത്വം പോലും നൽകുന്നത്. ഇത്രയും പ്രവർത്തകർ BJPക്ക് കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് അത്തരത്തിൽ ഇന്നലെ വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിൽ ഏത് തരത്തിലുള്ളൊരു ആശയമായ ഐക്യപ്പെടലാണ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? അല്ല, അദ്ദേഹം BJPയിലേക്ക് ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ചേർന്നു എന്നുള്ളത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യം മാത്രമാണ്. അദ്ദേഹം BJPയിലേക്ക് ചേർന്നു. ആദ്യം അദ്ദേഹം സ്വതന്ത്രനാവാൻ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം BJPയിലേക്ക് ചേരണം. BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവേണ്ട ആവശ്യമില്ല. അദ്ദേഹം BJPയിലേക്ക് ചേർന്ന് നിശ്ചയിച്ചു. അതൊരു രാത്രി ഉണ്ടായ തീരുമാനമല്ല. കുറച്ചു കാലമായിട്ട് അദ്ദേഹം BJPയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചും അവർ തന്നെയാണല്ലോ അദ്ദേഹത്തെ സമീപിച്ചതും. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തെ സമീപിച്ചതും അദ്ദേഹത്തെ BJPയിലേക്ക് ചേർക്കാനും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് അതുകൊണ്ടൊരു വിഷയവുമില്ല. BJPയെ സംബന്ധിച്ചൊരു കാറ്റഗറി ഉണ്ടല്ലോ ഓരോ മണ്ഡലങ്ങൾക്ക്. ആ കാറ്റഗറിയിൽ വളരെ സാധ്യത കുറഞ്ഞൊരു മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ BJP എന്ത് രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്തൊരു സാധ്യതയാണ് അന്വേഷിക്കുന്നത്? ഈ പഴയ പോലെയുള്ള കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഇപ്പോൾ പ്രസക്തിയില്ല. കേരളത്തിൽ ഏത് മണ്ഡലവും BJPക്ക് സാധ്യമാകുന്ന മണ്ഡലമാണ്.
നേരത്തെയാണെങ്കിൽ പരമ്പരാഗതമായി ഞങ്ങളുടെ സ്വാധീനം, ശക്തി അങ്ങനെ കുറേ തരംതിരിക്കും. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്ക്, BJPക്ക് താരതമ്യേന ദുർബലമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഞങ്ങൾ ഒന്നാമതോ രണ്ടാമതോ എത്തിയിട്ടുണ്ട്. ഉദാഹരണ കായംകുളം മണ്ഡലം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് 2000-3000 വോട്ടുള്ളതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. കരുനാഗപ്പള്ളി മണ്ഡലം 2ാം സ്ഥാനത്താണ്. തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലം ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. അപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ BJPക്ക് ഇന്ന മണ്ഡലം ഞങ്ങൾ A കാറ്റഗറി, ഇന്ന മണ്ഡലം B കാറ്റഗറി ഒന്നുമില്ല. രാഷ്ട്രീയം മാറുകയാണ്. അതുകൊണ്ട് ഏതു മണ്ഡലത്തിലും ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലമ്പൂരിൽ പ്രത്യേകിച്ചും സാധ്യത കൂടുന്നത്, നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം അത് ജനങ്ങളുടെ മുമ്പാകെ BJP മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. നിലമ്പൂരിൽ ജനങ്ങളുടെ മുമ്പാകെ ഉള്ളത് വികസന പ്രശ്നങ്ങളാണ്. രണ്ട് മുന്നണികളും വികസനത്തെക്കുറിച്ച് കമാന്നൊരു അക്ഷരം ഇടുന്നത് ഞങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. ഈ വികസന കേരളം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന ആശയം. അതിലൊരു എന്താ പറയുക, ഇപ്പോൾ UPയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യത്തിലും കേരളമാണ് ഒന്നാമത്. ഇപ്പോൾ ശിശുമരണ നിരക്കിലാണെങ്കിലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളം ഒരു വേൾഡ് ക്ലാസിക് നിലവാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്പർ 1 കേരളം എന്ന് LDF സർക്കാർ അതിനൊരു മുദ്ര കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കേരളത്തിലൊരു വികസിത കേരളം എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കേരളത്തെക്കുറിച്ച് മറ്റുള്ളവർ നമ്പർ 1 ആണെന്ന് പറയും, പക്ഷേ കേരളക്കാർക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെ ഈ പറയുന്ന അവകാശവാദമൊക്കെ സാങ്കേതികമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നിശ്ചയമാണ്. കേരളത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്? കഴിഞ്ഞ ഒരു 10 വർഷം, പിണറായി വിജയൻ്റെ 10 വർഷം ഏത് രംഗത്താണ് കേരളത്തിൻ്റെ വികസനം? ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഭാഗമായിട്ടില്ലേ? കേരളത്തിൽ ഏതെങ്കിലും ഗ്രാമീണ റോഡുകൾ ഇവർ വികസിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ദേശീയപാത വികസനത്തെക്കുറിച്ച് പറയുന്നവർ, ഞാൻ നിങ്ങളുടെ ഒറ്റ ഉദാഹരണം പറയാം. തൃശ്ശൂർ നഗരം മുതൽ ഏതാണ്ട് കുന്നംകുളം വരെയുള്ള റോഡ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-30 കിലോമീറ്റർ ദൂരം 5 വർഷമായിട്ടും പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതാണല്ലോ ഇവരുടെ വികസന മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഒരു ഗ്രാമീണ റോഡുകളും വികസിപ്പിച്ചിട്ടില്ല. ഈ ഇട റോഡുകളുണ്ട്, അത് വികസിപ്പിച്ചിട്ടില്ല. വികസിപ്പിച്ചു എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രാമീൺ സടക്ക് യോജനകൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പണമാണ്. ദേശീയപാത കേന്ദ്രത്തിൻ്റെ പണമാണ്. ഇവരുടെ ഉള്ളത് ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണുള്ളത്? ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെക്കുറിച്ച് പറയുന്നത്, PM ശ്രീ പദ്ധതി പ്രകാരം നേരത്തെ കിട്ടിയ പണം കൊണ്ട് ഇവർ ഉണ്ടാക്കിയതാണ്. ആ PM ശ്രീ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ മാറ്റിയപ്പോൾ ഇവർ ഒപ്പുവെക്കുന്നില്ല, ഇപ്പോൾ പണം കിട്ടുന്നില്ല. ആശുപത്രികളുടെ വികസനം ആരുടെ പണമാണ്? ഈ മലപ്പുറം ജില്ലയിൽ മാത്രമേ 80 ആശുപത്രികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ച് പുരോഗമിച്ച ആശുപത്രികളാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നുണ്ട്. അതല്ലാതെ എന്ത് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളത്? അപ്പോൾ ഞങ്ങൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവന നിലവാരം മെച്ചപ്പെടണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി വേണം, നല്ല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടാകും. ഇപ്പോഴും കേരളത്തിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരള സർവകലാശാലയിൽ PGക്കും ഡിഗ്രിക്കും വിദ്യാർത്ഥികളെ കിട്ടാനില്ല. അതൊരു അത്ഭുതമല്ലേ? പിന്നെ ഏത് രംഗത്താണ് ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ഞങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, പാർപ്പിടം, അടിസ്ഥാന വികസനം, വിദ്യാഭ്യാസം, ഈ കാര്യത്തിലൊക്കെ നമുക്ക് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഈ അർഹതയുണ്ടായിട്ടും കേരളത്തിന് കേന്ദ്രം നൽകാത്ത ഒരു തുകയുടെ വലിയ കണക്ക് സംസ്ഥാന സർക്കാർ നിരത്തുന്നുണ്ട്. മാത്രവുമല്ല, വയനാട് ദുരന്തം പോലും വലിയ ദുരന്തമുണ്ടായിട്ട് അതിനും കേന്ദ്ര സഹായം കൃത്യമായി കിട്ടിയില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വായ്പ തള്ളുന്ന കാര്യത്തിൽ കോടതി ചോദിച്ചിട്ട് അത് കഴിയില്ല എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ സഹായിക്കുന്നത്? കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കേന്ദ്രം കൊടുക്കുന്നുണ്ട്. കേന്ദ്രം ഇങ്ങനെ കൈവിട്ട് കേരളത്തെ സഹായിക്കാനല്ല, ഒരു സംസ്ഥാനത്തെ സഹായിക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്രം ഗഡുവായിട്ടാണ് കൊടുക്കുക, ഒറ്റയടിക്കല്ല. ഒരു ഗഡു പണം കൊടുത്ത് അത് കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു, അതിൻ്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗഡു കിട്ടും. കേന്ദ്രം വിനിയോഗിക്കപ്പെടുന്നില്ല, കേരളം കണക്ക് കൊടുക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച്, വയനാട് ദുരന്തത്തിൽ ആദ്യം കൊടുക്കേണ്ട പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ കിട്ടിയ പണം ചെലവഴിച്ചിട്ടില്ല. ഈ ചെലവഴിച്ചതിൻ്റെ വല്ല കണക്കുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. അനർഹമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരെ കേസ് നിലനിൽക്കാതെ പോയത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസിന് പോയല്ലോ. സംസ്ഥാന സർക്കാർ കേസിന് പോയപ്പോൾ
സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് തീർക്കുമെന്നാണ്. ഈ സംസാരിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായി നിലനിൽക്കാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കോടതിക്ക് പറയാനുള്ളത് കേരളത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ കോടതി പറയുമല്ലോ ഇത് കേരളത്തിന് അർഹതപ്പെട്ടാണെന്ന് കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായി സാധിക്കില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ നിങ്ങൾ മധ്യസ്ഥ പറഞ്ഞ് തീർക്കാൻ പറ്റും. ബീഹാറിന് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഉത്തരാഖണ്ഡിന് പാക്കേജ് പ്രഖ്യാപിക്കുമെന്നൊന്നും ഈ നിയമമില്ല. കേരളത്തിന് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നിയമം നോക്കുന്നത്. അതിലൊരു രാഷ്ട്രീയമില്ല. അല്ല, പാക്കേജുകൾ നിയമപ്രകാരമുള്ളതാണല്ലോ. പാക്കേജുകൾ നിയമപ്രകാരമുള്ളതാണ്. ചില പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പാക്കേജ് ബീഹാർ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളം പിന്നോക്കമല്ല എന്നല്ലേ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നോക്കത്തിൻ്റെ പാരാമീറ്റർ കേരളം കൊടുക്കുന്നുണ്ടല്ലോ. കേരളം പിന്നോക്കമല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അതിനനുസരിച്ച് കേരളത്തിന് കാര്യങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതേ കേരളത്തിലാണ് BJP പറയുന്നത് ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കേന്ദ്രം ഒരു സഹായവും കൊടുക്കാതെ കേരളത്തെ വികസിപ്പിക്കും, ഞങ്ങൾ അധികാരം കിട്ടിയാൽ മാത്രം വികസിപ്പിക്കും എന്ന് പറയുന്നതിലൊരു ഇരട്ടത്താപ്പില്ല. അല്ല, കേരളത്തിൻ്റെ ഒരു പാക്കേജ് വേണമെങ്കിൽ ഇവർ പാക്കേജിന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കേരളം ഏത് പാക്കേജിനാണ് കേരളം ആവശ്യപ്പെട്ടുള്ളത്? ഏത് രംഗത്താണ് പാക്കേജ് വേണ്ടത്? മുണ്ടക്കൈ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. ആ പാക്കേജ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടികളോട് സംസാരിച്ചു, ദുരന്തബാധിതരോട് സംസാരിച്ചു. അദ്ദേഹം എന്തു സഹായവും നൽകും എന്ന് ഓഫർ ചെയ്തിട്ടാണ് പോയത്. ഇപ്പം നിയമപരമായി മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നില്ല. അല്ല, സഹായം നിയമപരമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചൂരൽമല ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് റിപ്പോർട്ട് പോകണം. എന്താണ് ഇവിടെ മാസ്റ്റർ പ്ലാൻ? അതൊരു അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരിശോധിക്കണം. ആ 2000 കോടി എന്ന് പറയുന്നത് ഇവർ സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വ്യക്തതയില്ലാത്തതാണ്. പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരധിവാസം എന്ന് പറയുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, താമസം ഇതിനാണ് വേണ്ടത്. ഇവർ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറയുന്നു. ആ ടൗൺഷിപ്പിൻ്റെ സ്വഭാവം എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് കോടതിയിൽ പോലും വ്യക്തത വരുത്താൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പം നിയമപ്രകാരം കൊടുത്തത് ചെലവഴിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ശരി, 2000 കോടി ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് കൊടുത്ത ഏതാണ്ട് 1000 കോടി ഉണ്ടല്ലോ. 1000 കോടി ഇവർ ചെലവഴിച്ചിട്ടില്ലല്ലോ. ഇവർ ചെലവഴിച്ചതിന് ശേഷമാണെങ്കിൽ പറയുന്ന ന്യായമുണ്ട്. അപ്പം കൊടുത്ത പണം ചെലവഴിക്കാതെ കൂടുതൽ പണത്തിന് ആവശ്യപ്പെടുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അത് ആവശ്യപ്പെടുന്നില്ല. പിന്നെ കേരളം മറ്റൊരു മേഖലയിലും പാക്കേജിന് നിയമപ്രകാരം ആവശ്യപ്പെടുന്നില്ല. ഇപ്പോഴും കേരള ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഞങ്ങൾ ബീഹാറിനെക്കാട്ടും ജാർഖണ്ഡിനെക്കാട്ടൊക്കെ വളരെ മുമ്പിലാണെന്നാണ്. അല്ല, വസ്തുതയില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും മുന്നിലാണ് എന്ന് ഞാൻ പറയുകയും പിന്നെ എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അല്ല, അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു മാനദണ്ഡവും ഈ സംസ്ഥാന സർക്കാർ പറയുന്നതാണോ? അതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും കേന്ദ്രം ഈ സഹായം നൽകുമ്പോൾ കേരളം മുന്നിലാണ് എന്നൊരു സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ഈ ധനസഹായം നിഷേധിക്കുകയാണ്. അല്ല, നിയമപ്രകാരമുള്ള സഹായം കേരളത്തിന് കിട്ടുന്നുണ്ട്. പാക്കേജ് എന്ന് വേറെയാണ്. ഇപ്പോൾ ബീഹാറിന് കൊടുക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കാലാകാലമായിട്ട് എല്ലാ ഗവൺമെൻറ്റുകളും കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യം BJP ഗവൺമെൻറ് കൊടുത്തു. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ പിന്നോക്ക സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ചും ബീഹാറിലൊക്കെ ആണെങ്കിൽ വനവാസി മേഖലകൾ ധാരാളമുണ്ട്. അവിടെയൊക്കെ നിക്ഷേപങ്ങൾ വരണം, അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ വരണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണം. ഇതൊക്കെ ബീഹാറിന് ആവശ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്, ഗവൺമെൻറ് ആവശ്യപ്പെടണമെങ്കിൽ ആ പട്ടികയിലേക്ക് കേരളം എത്തണം. അതിവർ കള്ളക്കണക്കാണല്ലോ ഇവർ പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷേ നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട എല്ലാ സഹായവും കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ ഇവർ സമീപിച്ചത്. കേന്ദ്ര ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചപ്പോൾ ഇവിടുന്ന് പറയുന്ന ഒരു കാര്യവും ബാലഗോപാൽ അവിടെ പറഞ്ഞില്ലല്ലോ. ഇത്രയും കോടി കിട്ടണമെങ്കിൽ അവിടെയല്ലേ ധനകാര്യമന്ത്രിയോടല്ലേ പറയേണ്ടത്? അവിടെ ഒന്ന് ഒരു ചായ കുടിച്ച് പിരിഞ്ഞല്ലോ അവർ. എന്തെങ്കിലും ധനകാര്യമന്ത്രിയുടെ മുമ്പാകെ ഇത്രയും കിട്ടാനുണ്ട് എന്ന് ഇവർ പറഞ്ഞു എന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കേന്ദ്ര മന്ത്രിമാരെ കാണുമ്പോൾ ഇവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്, അവരുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ രാഷ്ട്രീയം പറയുകയാണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിന് വേണ്ടി എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സംസ്ഥാനം കേരളമാണ്. അതിവർ ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ്. അതുപോലെ ഒരു രാഷ്ട്രീയമാണല്ലോ BJPയും പറയുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിട്ട് കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ വികസിത കേരളം ഉണ്ടാക്കും എന്ന് പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പില്ലേ? അവിടെ കേന്ദ്രത്തിൽ അധികാരം ഉണ്ടല്ലോ BJP. അല്ല, കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോഴാണല്ലോ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ സാധിക്കുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റാണല്ലോ വികസനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കേരളത്തിന് ചെയ്യുകയാണെങ്കിൽ
സമാനമായി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ BJP ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ ചെയ്യുകയാണല്ലോ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപയുടെ വികസനമാണ്. കേരളം ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കേരളം ഒഴിവാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജുകൾക്കും താലൂക്ക് ആശുപത്രികൾക്കും പണം കൊടുക്കുന്നു. അത് കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നതുകൊണ്ട് ആ പദ്ധതി ഒഴിവാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്, കൂടുതലും കൊടുക്കുന്നുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ടതല്ല, കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇനി കേരളത്തിന് വികസനമുണ്ടെങ്കിൽ വികസനത്തെ സംബന്ധിച്ച ഒരു മുൻഗണനാക്രമം സംസ്ഥാന സർക്കാരിനുണ്ടാവണം. ആ മുൻഗണനാക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് വികസനം നടക്കുന്നത്. അപ്പോൾ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് വേണം. ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റുള്ള സംസ്ഥാനങ്ങളാണ് വികസിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളതാണ് ജനങ്ങളോട് പറയുന്നത്. മറ്റു സംസ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ അത് ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ പറയുന്നത് പോലൊരു ഹിന്ദുത്വം അത് കേരളത്തിൽ പറയാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹം വികസിത കേരളം എന്ന് പറയുന്ന പുതിയ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു. ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ടയെ പാർട്ടിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം അദ്ദേഹം പറയുന്നത് മാത്രം. ഹിന്ദുത്വം ഒരു ഘട്ടത്തിലും BJPക്ക് രാഷ്ട്രീയ അജണ്ടയായിരുന്നില്ല. കേരളത്തിനകത്തുമല്ല, കേരളത്തിന് പുറത്തുമല്ല. ഹിന്ദുത്വം രാഷ്ട്രീയ അജണ്ടയായിട്ട് BJP ഏത് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്? ഞങ്ങൾ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ യോഗി ആദിത്യനാഥിൻ്റെ രണ്ടാമത്തെ ഗവൺമെൻറ് വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ടാണ് യോഗി ആദിത്യനാഥ് വീണ്ടും വോട്ട് ചോദിച്ചത്. ഗുജറാത്തിൽ ഇത്രയും കാലം ഞങ്ങൾ തുടർച്ചയായിട്ട് ഭരിക്കുന്നത് എങ്ങനെയാണ്? വികസനം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ വെക്കുന്നത്. വികസനം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കെതിരായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞങ്ങളതിനെ കൗണ്ടർ ചെയ്യും. പക്ഷേ ബേസിക്കലായിട്ട് ഞങ്ങൾ വികസനമാണ് പറയുന്നത്. ഹിന്ദുത്വം എന്നുള്ളത് ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ടൂളല്ല. ഹിന്ദുത്വം ഞങ്ങളുടെ ബേസിക് പ്രിൻസിപ്പൽ. രാമക്ഷേത്രം BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നല്ലോ. രാമക്ഷേത്രം ഹിന്ദുത്വ അജണ്ടയല്ലല്ലോ. രാമക്ഷേത്രം ഒരു ഇമോഷണൽ അജണ്ടയാണ്. അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ദേശീയപരമായ വികാരമാണ്. അതിനെ ഹിന്ദുത്വ അജണ്ടയായിട്ട് ഞങ്ങളതിനെ കാണുന്നില്ല. രാജ്യത്ത് ശ്രീരാമചന്ദ്രൻ്റെ സ്മാരകം ഉണ്ടാവേണ്ടത് അത് നാഷണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഏതായാലും BJP ഒരു മുഖച്ഛായ മാറ്റൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രതിച്ഛായ മാറ്റലിൻ്റെ ഭാഗമായിട്ടാണ് വികസിത കേരള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ ശശികല ടീച്ചറുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതുപോലെ ഇപ്പോൾ RSSൻ്റെ പ്രചാർ പ്രമുഖ് NR മധുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ BJP ആ സമയത്ത് സമ്മർദ്ദത്തിലാവുന്നുണ്ടോ? ശരി, ഇല്ല, സമ്മർദ്ദത്തിലാവേണ്ട കാര്യമല്ല. BJP പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ മാത്രമേ BJP പ്രതികരിക്കേണ്ടതുള്ളൂ. ഈ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടാകും. ആ സംഭവത്തിലെല്ലാം BJP പ്രതികരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പല ആളുകൾ പ്രതികരിക്കും. അതിലെല്ലാ കാര്യത്തിലും ഇതിനെ BJP അഭിപ്രായം പറയേണ്ട വിഷയങ്ങളിൽ BJPയുടെ അഭിപ്രായം പറയും. അത് കൃത്യമായിട്ട് പറയും. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും BJP പ്രതികരിക്കണം. ഈ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പറയാൻ അറിവുള്ളവർ ഞങ്ങളാണ് എന്ന ബോധം ഞങ്ങൾക്കില്ല. അത് പറയേണ്ടവർ പല സന്ദർഭത്തിൽ പറയും. ആരെന്തു പറഞ്ഞാലും പറയുന്നതിൻ്റെ കാമ്പെന്താണ് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ അത്തരം വിഷയങ്ങൾ BJP ഏറ്റെടുക്കുന്നില്ല എന്നുള്ളല്ലോ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഹിന്ദു ഐക്യവേദിയാണെങ്കിലും RSS ആണെങ്കിലും ഒക്കെ ഈ അടുത്ത കാലത്ത് പല വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. പലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഈ വേടൻ്റെ പാട്ടുകളെക്കുറിച്ചാണെങ്കിലും ഒക്കെ പല വിഷയം അതൊന്നും BJP ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ പല RSS ഒക്കെ മുന്നോട്ട് വെക്കുന്ന പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ BJP തയ്യാറായിരുന്നു. പുതിയ നേതൃത്വം അതിനൊന്നും തയ്യാറാവുന്നില്ല. ഞങ്ങളൊരു പുതിയ മാർഗത്തിൽ. അങ്ങനെയല്ല. പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എല്ലാവരും പഴയ ആൾക്കാരല്ലേ. പുതിയ ആരാ വന്നിട്ടുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ പുതിയ ആളെന്നല്ലോ. അദ്ദേഹവും പഴയ ആൾ തന്നെയാണ്. അതെങ്ങനെ പുതിയ ആളാവുന്നത്? അദ്ദേഹം കേരളത്തിന് പുതിയ ആളാവണം. അതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ. പക്ഷേ അതേ ദീർഘകാലമായി BJPക്കകത്തുള്ളതാണ് പ്രശ്നം. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും BJP ഏറ്റെടുക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളുണ്ടാകും. അതിനോട് ആളുകൾ പല പ്രതികരിക്കും. സ്വാഭാവികമായിട്ടും BJP ഏറ്റെടുക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇനി മാത്രമല്ല, ഒരു വിഷയമുണ്ടായി അതിനോട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ഏറ്റെടുക്കുക എന്നല്ലല്ലോ. എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് വേടൻ്റെ വിഷയം വന്നു. വേടൻ്റെ വിഷയത്തിൽ ഹിന്ദുത്വ സംഘടനകൾക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറയാൻ അവർക്ക് അർഹതയുണ്ട്. മറ്റുള്ളവർ പറയുന്നതിന് വിരുദ്ധമായിട്ട് പറയാൻ അർഹതയുണ്ട്. ഏത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ വിഷയം അങ്ങനെ ഏറ്റെടുക്കലല്ലോ. അല്ല, BJP ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദിയൊക്കെ അത് ഏറ്റെടുക്കേണ്ട എന്ത് വിഷയം? ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയലും ഏറ്റെടുക്കലും രണ്ടും രണ്ടല്ലേ. അതിലെന്താ ഏറ്റെടുക്കാനുള്ളത്? അല്ല, അത് മുഖച്ഛായ മാറ്റലിന്റെ ഭാഗമാണോ, പ്രതിച്ഛായ മാറ്റലിന്റെ ഭാഗമാണോ? അങ്ങനെയൊന്നുമില്ല. മുഖച്ഛായയുടെയും പ്രതിച്ഛായയുടെയും പ്രശ്നമൊന്നുമില്ല. ഒരു ഛായയേ ഉള്ളൂ, ഒറ്റ ഛായയേ ഉള്ളൂ. ആ ഛായ എല്ലാ കാലത്തും BJP സ്വീകരിക്കുന്ന സമീപനമാണ്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ്. അതിൽ BJP അഭിപ്രായം പറയേണ്ടടുത്ത് കൃത്യമായിട്ട് പറയും. ഞങ്ങൾ ആരെങ്കിലും
പ്രീണിപ്പിക്കാൻ വേണ്ടി അഭിപ്രായം മാറ്റുന്ന പാർട്ടിയല്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടത് പറയും. പക്ഷേ എല്ലാറ്റിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു പാർട്ടിയാണ് BJP. അഭിപ്രായം പറയണം അങ്ങനെ ഞങ്ങൾക്കില്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടത് കൃത്യമായി പറയും. ഈ വേടനെതിരെ NIA അന്വേഷണം വേണം എന്നടക്കം ഒരു BJPയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ BJPയുടെ ഔദ്യോഗികമായ നിലപാട് എന്താണ്? ഈ കാര്യത്തിൽ വേടൻ്റെ വിഷയത്തിൽ BJP പ്രതികരണം നടത്തി. BJP അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ലല്ലോ. മിനി കൃഷ്ണകുമാറാണ് ആവശ്യപ്പെട്ടത്. അത് അവിടുത്തെ ചില BJP അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് NIA അന്വേഷണം നടത്തേണ്ട ആവശ്യം. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ BJP നന്നായി ശ്രമിക്കുന്നുണ്ട്. അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു ആൻറ്റി മുസ്ലിം ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ വളർത്താൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ അഭിപ്രായം? ഞങ്ങൾ ആ ശ്രമം നടത്തുന്നുണ്ട്. BJPക്ക് കേരളത്തിൽ സ്വാധീനമില്ലാത്ത എല്ലാ സമൂഹത്തെയും കൂടെ നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് അടുത്തിടപഴകുകയും ആ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അവരെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധിവരെ ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതേപോലെ മുസ്ലിം സമൂഹവുമായിട്ടുമുള്ള ഞങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ടും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം, മലപ്പുറം ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ വന്നിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടുള്ള ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുദ്രാ ബാങ്കിൻ്റെ ലോൺ കിട്ടിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാത വികസനത്തിന് പണം മാറ്റി വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയാണ്. ഇതൊക്കെ മലപ്പുറം ജില്ലയാണ്. അപ്പം ഞങ്ങൾ മുസ്ലിം സമൂഹത്തോട് പറയും, കൂടുതൽ അപമാനിച്ചിട്ടുള്ളതും BJP ഒരിക്കലും മലപ്പുറം ജില്ലയെ അപമാനിച്ചിട്ടില്ലല്ലോ. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതങ്ങനെ മലപ്പുറം ജില്ലയെ അപമാനിക്കലാകുക? അത് കോഴിക്കോടായാലും കണ്ണൂരായാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. മലപ്പുറം ജില്ലയിൽ BJPക്കാർ മലപ്പുറം ജില്ലയിലില്ലേ? അതങ്ങനെ ഒരു ജില്ലയെ അപമാനിക്കുക? ഈ ജില്ലയിലൊരു സംഭവം ഉണ്ടായാൽ ഈ ജില്ലയിലുള്ള ആളുകൾ മുഴുവൻ അങ്ങനെയാണെന്ന് അർത്ഥമില്ലല്ലോ. അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി മലപ്പുറത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നോമ്പുകാലത്ത് കടകൾ അടയ്ക്കുന്നതിനെതിരെ, ഇവിടുത്തെ വാക്സിനേഷൻ വിരുദ്ധ പ്രചരണത്തിനെതിരെ, ആശുപത്രികളിൽ സ്ത്രീകൾ പ്രസവിക്കാൻ എത്തുന്നില്ല, അത്തരത്തിൽ പല വിഷയങ്ങളിലും മലപ്പുറത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ചില മേഖലയിലുണ്ട്. അത് ഒരു കേന്ദ്രീകൃതമായ ആസൂത്രിതമായതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതിന് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറം ജില്ല കേരളത്തിലൊരു പ്രധാനപ്പെട്ട ജില്ലയാണ്. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമില്ല. മലപ്പുറം ജില്ലയിൽ വളരാനാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ജില്ലയിലെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ്. ആ മുസ്ലിം സമൂഹത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ധാരാളം മുസ്ലിം സമൂഹം BJPയുടെ കൂടെ വന്നിട്ടുണ്ട്. ധാരാളം മുസ്ലിം സമൂഹം അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. BJPക്ക് ഒരു ജില്ലയോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞങ്ങൾ മലപ്പുറം ജില്ല രൂപീകൃതമാകുന്ന സമയത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ആംഗിളാണ്. ഞങ്ങൾ മതത്തിൻ്റെ പേരിൽ ഒരു ജില്ല കൊടുക്കുന്നതിന് ഞങ്ങളെതിരാണ്. അതിൻ്റെ അർത്ഥം ആ ജില്ലയിൽ വന്നു കഴിഞ്ഞു. ആ ജില്ലയിൽ ഇപ്പോൾ എല്ലാവരുമുണ്ട്. അതുകൊണ്ട് ആ ജില്ലയോട് ഞങ്ങൾ വിവേചനമില്ല. പക്ഷേ മലപ്പുറം ജില്ലയിൽ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിൽ നടക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കും. അതിൻ്റെ അർത്ഥം ഈ ജില്ലയിലുള്ള ആകെ ആളുകൾ അങ്ങനെയാണെന്നല്ലല്ലോ. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടക്കുന്നു. കരിപ്പൂർ മലപ്പുറത്താണ്. അതുകൊണ്ട് മലപ്പുറത്ത് കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ ആളുകളാകെ കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ ഒന്നും അർത്ഥമാക്കുന്നില്ല. ഞങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ കേന്ദ്ര സഹായം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പൊതുസംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അഹമ്മദ് മലപ്പുറം ജില്ലയിൽ നിന്ന് മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചതിൻ്റെ 4 മടങ്ങ് കൂടുതൽ പണം ലഭിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെൻറ് കാലത്താണ്. ഞങ്ങൾക്ക് ഈ ജില്ലയോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും, ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണല്ലോ BJP ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ NDA എന്ന് പറയുന്നത് വളരെ ശുഷ്കമായൊരു മുന്നണിയാണ്. BJPയും BDJS ഒഴിച്ചു നിർത്തിയ മറ്റ് പാർട്ടികളില്ല. ഈ NDA വികസനം എന്ന് പറയുന്നത് BJPയുടെ ഒരു അജണ്ടയിലുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ അജണ്ടയാണ്. അത് ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ബാക്കി പാർട്ടികൾ വരാൻ തയ്യാറാണല്ലോ. പിന്നെ നിങ്ങളീ പറഞ്ഞ ദുർബലമായ മുന്നണിയാണല്ലോ കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിക്കുകയും 2 പാർലമെൻറ്റ് സീറ്റിൽ 15,000 വോട്ട് തോൽക്കുകയും 11 നിയമസഭാ മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്തെത്തുകയും 9 നിയമസഭാ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്തെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ദുർബലമായിട്ടുള്ള മുന്നണിയാണല്ലോ.
2 കോർപ്പറേഷനുകൾ ഞങ്ങൾ ഇന്ന് ഒന്നാമത്തെ പാർട്ടിയാണ്. ഇതെല്ലാം ഈ ദുർബലമായ മുന്നണിയാണ്. അതുകൊണ്ട് അങ്ങനെ മുന്നണിക്ക് ദൗർബല്യമൊന്നുമില്ല. ഈ മുന്നണി വെച്ച് ഇത്രയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ 2026 ഇതിനേക്കാൾ വലിയ അത്ഭുതം വെച്ച് ഈ മുന്നണിക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും അജണ്ട, പുതിയ പാർട്ടികളെ കൊണ്ടുവരാനുള്ള അജണ്ടയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് യാതൊരു തരത്തിലുള്ള പാരാമീറ്റേഴ്സ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു 35 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന്. ഇനിയിപ്പോൾ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് BJPയുടെ പ്രതീക്ഷ? അത്തരം എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ അവകാശവാദങ്ങളോ ഉണ്ടോ? അല്ല, ഒരു വർഷം മുമ്പ് അത്തരം അവകാശവാദങ്ങൾ പറയുന്ന അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എത്രത്തോളം ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ആത്യന്തികമായി BJP കേരളത്തിൽ അധികാരത്തിലെത്തണമെന്നാണ് ഞങ്ങളുടെ അജണ്ട. അത് 2026 അതിനുശേഷമാണോ എന്നതിനെക്കുറിച്ചൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ പഴയ BJP അല്ല ഇന്നത്തെ BJP. സ്വീകാര്യതയുള്ള, വിജയിക്കാൻ കഴിയുന്ന, വിന്നബിലിറ്റിയുള്ള, ജനം സ്വീകരിക്കുന്ന പാർട്ടിയാണ്. 2 മുന്നണികളോടുമുള്ള അങ്ങേയറ്റത്തെ അസംതൃപ്തി കേരളത്തിൽ പുകഞ്ഞു പോകുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന BJPക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 2026 അതിനുശേഷമൊക്കെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം 2026 കേരളം എങ്ങനെയായിരിക്കുമെന്ന്. ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണലിസം BJPയിലേക്ക് വന്നോ? പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സംഘടനാ സംവിധാനത്തിലൊക്കെ ഓരോ പ്രസിഡന്റ് വരുമ്പോഴും അവരുടേതായിട്ടുള്ള വർക്കിംഗ് സ്റ്റൈൽ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ സ്റ്റൈൽ BJPയുടെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാകും. പക്ഷേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കാലയളവ് കൊണ്ട് തന്നെ മുഴുവൻ കേരളത്തിലേക്കെത്താൻ, കേരളത്തിലെ എല്ലാ പ്രവർത്തകന്മാരെയും കാണാൻ വളരെ ചെറിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് 2 മാസം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സ്പീഡ് എപ്പോഴും ഈ കാലഘട്ടത്തിൽ പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്നത് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സ്പീഡ് പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രയോജനം ചെയ്യുന്നതിനാണ് വിശ്വാസം. ആ സ്പീഡിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണോ പലരും മാറി നിൽക്കുന്നത്? ആരും മാറി നിൽക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ചുമതലയുണ്ട്. കേരളത്തിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാർക്കും ചുമതലയുണ്ട്. ഓരോരുത്തരും ഏറ്റെടുത്ത ചുമതല നിർവഹിക്കുക. ഇപ്പോൾ ഈ നിലമ്പൂർ നോക്കൂ നിങ്ങൾ. ഞങ്ങൾ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെയും ഇവിടേക്ക് വിളിച്ചിട്ടില്ല, എല്ലാ പ്രവർത്തകരെയും വിളിച്ചിട്ടില്ല. പക്ഷേ വരേണ്ടവർ. അപ്പോൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത ജോലിയുണ്ട്. അതൊരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സ്ഥാപനം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും എല്ലാം ചെയ്യുകയല്ലോ. ഞങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ, BJPയുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എല്ലാ പ്രവർത്തകന്മാർക്കും ഒരു പ്രവർത്തനം ഉണ്ടാകണം, എല്ലാ പ്രവൃത്തിക്കും ഒരു പ്രവർത്തനം ഉണ്ടാകണം. ഇന്ന് BJPയിൽ ഇതുണ്ട്. എല്ലാ പ്രവർത്തകന്മാർക്കും എന്തെങ്കിലും ഒരു പ്രവർത്തനമുണ്ട്, എല്ലാ പ്രവർത്തനത്തിനും ഒരു പാർട്ടി പ്രവർത്തകനുണ്ട്. ആരും അസ്വസ്ഥരല്ല. ആരും അസ്വസ്ഥരല്ല, എല്ലാവരും ഹാപ്പിയാണ്. ഈ നിലമ്പൂർ ഒരു തുടക്കമായിരിക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ്. അതിൻ്റെ ഒരു സൂചന നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ബൈ ഇലക്ഷൻ്റെതായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വേറെയാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രാഷ്ട്രീയം വേറെയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ലോക്കൽ കേന്ദ്രീകൃതമാണ്. ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകതയാണ്. നിലമ്പൂരിന് ബൈ ഇലക്ഷൻ റിസൾട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു ചെറിയ ബൈ ഇലക്ഷനാണ്. ഇത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നുള്ള ബൈ ഇലക്ഷനാണ്. ഇല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അതിനത്രയും ഞങ്ങളതിനെ കാണുന്നുള്ളൂ. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി BJP ചെയ്യുന്നൊരു തന്ത്രം കൂടിയാണത്. അത് ഇനിയും പ്രതീക്ഷിക്കാവോ? കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും. നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ കുറേയേറെ നേതാക്കൾ BJPയിലേക്ക് വരും. ആളുകൾ വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് CPM വരുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ധാരാളം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, CPM നേതാക്കന്മാരൊക്കെ BJPയിലേക്ക് ചേരാൻ തയ്യാറാവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഇന്നയാൾ എന്ന് പറയുന്ന അർത്ഥമില്ല. പക്ഷേ CPM നിന്നും കോൺഗ്രസ് നിന്നും BJPയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകും. ഈവൻ മുസ്ലിം ലീഗ് നടക്കമുണ്ടാകും, വലിയ ഒഴുക്കുണ്ടാകും. കേരളം മാറുകയാണ് എന്നുള്ളത് ഞങ്ങൾ വെറുതെ പറയുന്നില്ല, അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. അതിനിയുള്ള ദിവസങ്ങളുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി അത് വലിയ മാറ്റമാണ് ഉണ്ടാകും. ശശി തരൂർ ഇങ്ങനെ പടിവാതിക്കലാണെന്ന് പറയുന്നത് പലരുമുണ്ട്. ഏതെങ്കിലും ഒരു പേര് പറയുന്നത് പ്രസക്തിയില്ലല്ലോ. ഇനി വരാൻ തയ്യാറാകുന്ന ആളുകളെ ഞാൻ പേര് പറഞ്ഞിട്ടത് ഇല്ലാതെ പോകണ്ടല്ലോ.
ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകൾ ബി ജെ പി എന്നൊരു അസ്പൃശ്യതയുള്ള പാർട്ടിയല്ല. അൺടച്ചബിലിറ്റി കേരളത്തിൽ ബി ജെ പിക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ബി ജെ പി എല്ലാവർക്കും സ്വീകാര്യമാകുന്നൊരു പാർട്ടിയാണ്. ആ സ്വീകാര്യമാകുന്ന പാർട്ടി മാറുമ്പോൾ ഞങ്ങളും കുറച്ച് മാറേണ്ടതുണ്ട്. ഞങ്ങളുടെ പാത്രവും വലുതാക്കേണ്ടതാണ്. പല വഴിക്ക് ഒഴുകിയെത്തുന്ന വെള്ളം സമാഹരിക്കാൻ ഞങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പവും കൂട്ടണം. ഞങ്ങൾ ചെയ്യേണ്ടതാണ്. വിശാലത പാർട്ടിക്ക് ഞങ്ങളും അത് ചെയ്യുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഞങ്ങളുടെ പാത്രം വലുതായാലല്ലേ എല്ലാ വെള്ളത്തെയും ചേർക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങളും അത് ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും. ഓക്കെ, സന്തോഷം.